അപ്പോൾ ഭക്തരോടും ദൈവം പറഞ്ഞു ഭയപ്പെടേണ്ടതില്ലെന്ന്, സാധാരണ ജനങ്ങളോടും ദൈവം പറഞ്ഞു ഭയപ്പെടേണ്ടതില്ലെന്ന്, വിശ്വാസികളോടും ദൈവം പറഞ്ഞു ഭയപ്പെടേണ്ടതില്ലെന്ന്. എന്താണ് ഭയം? മനുഷ്യൻ എന്താണ് ഭയം ഉണ്ടാകുന്നത് എന്നോട് ചോദിച്ചാൽ ജീവഭയം ഉണ്ടാകുമെന്ന് പറയും. ഞാൻ മരിച്ചു പോയാൽ ഞാൻ സമ്പാദിച്ചതെല്ലാം ആരുടെ കൈവശം ആകുമോ എന്നൊരു ഭയം ഉണ്ടാകും. രോഗം വന്നാലും ഞാൻ മരിക്കുമോ എന്നൊരു ഭയം എനിക്ക് ഉണ്ടാകും. പാപഭയം ഉണ്ടാകും. പാപം ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് ശിക്ഷ കിട്ടുമോ എന്നൊരു ഭയം ഉണ്ടാകും. ശാപം എന്നോട് ചോദിച്ചാൽ ഭയം എന്നത് ഒരു ശാപമാണ്. അത് ദൈവത്തിന്റെ ശാപമാണ്. ശാന്തിയില്ലാത്ത ജീവിതങ്ങൾ. ശാന്തിയില്ല. ഭയം ഒരു ശാപമാണ്. ശാപങ്ങളുടെ പട്ടികയിൽ ഭയമുണ്ട്. നിന്റെ ജീവൻ ശാന്തി ഇല്ല. നീ എപ്പോഴും ജീവഭയത്തിൽ ആയിരിക്കും എന്ന്. അപ്പോൾ യേശു കർത്താവിന്റെ ക്രൂശമരണത്തിലൂടെ നമുക്ക് അനുഗ്രഹങ്ങളാണോ ശാപങ്ങളാണോ ലഭിച്ചത്? ക്രൂശമരണത്തിലൂടെ നമുക്ക് അനുഗ്രഹങ്ങളാണ് ലഭിച്ചത്. അതിനാൽ യേശു കർത്താവ് നിനക്കായി മരിച്ച് വീണ്ടും ഉയർത്തെഴുന്നേറ്റവനാണ്. ഈ എല്ലാ ഭയങ്ങൾക്കും മേൽ നിനക്ക് വിജയമാകാൻ അവൻ അനുഗ്രഹിക്കും.